കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. മഹാദേവ്യൈ നമഃ, മഹാസരസ്വത്യൈ നമഃ, ദുർഗാ പരമേശ്വര്यै നമഃ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർക്കാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയിലേക്ക് സുസ്വാഗതം. സപ്തമസ്കന്ധത്തിലെ 12ാമത്തെ അധ്യായമാണ് അവലോകനം ചെയ്തുകൊണ്ടുവരുന്നത്. വസിഷ്ഠനാൽ ശാപഗ്രസ്തനായിട്ടുള്ള ത്രിശങ്കു എന്ന സത്യവ്രതൻ ആദ്യം ആത്മഹത്യ ചെയ്താലോ എന്ന് ആലോചിച്ചു. പക്ഷേ ആത്മഹത്യ ചെയ്താൽ അതൊരു ബാധ്യയാവില്ല. കർമ്മഫലങ്ങൾ അനുഭവിച്ച് തീരേണ്ടതാണ്. അതിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ ആർക്കും കഴിയില്ല. ആത്മഹത്യ അതിനുള്ള ഒരു ഉപാധിയാവില്ല എന്ന് തീരുമാനിക്കുന്ന ഭാഗമാണ് ഇന്നലെ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ഇവിടെ ദേവി ഭാഗവതം കാണിച്ചു തരണു. ആ കർമ്മഫലങ്ങളെ അനുഭവിക്കാതെ കണ്ട് ആത്മഹത്യ ഏതെങ്കിലും തരത്തിൽ ഈ ജീവിതത്തിനെ ഒടുക്കുന്നത് ഈ കർമ്മഫലങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗമാണ് എന്ന് ചിന്തിക്കുന്നത് നമ്മുടെ അജ്ഞതയാണ്. കർമ്മഫലങ്ങൾ ബാക്കി ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ പ്രാരാബ്ധങ്ങളെ അനുഭവിക്കാൻ വീണ്ടും നമ്മൾ ജനിച്ച് ആ കഷ്ടങ്ങളെ അനുഭവിക്കേണ്ടതായിട്ടുണ്ട് എന്നിവിടെ കാണിച്ചു തരണം. പക്ഷേ നമുക്ക് ആ ത്രികാല ജ്ഞാനങ്ങളൊന്നുമില്ലാത്തത് കൊണ്ട്, ജഡഭരതനെ പോലെയൊന്നും പൂർവ്വജന്മത്തിലുള്ള സ്മരണയൊന്നും നമുക്ക് സിദ്ധപുരുഷന്മാരല്ലാത്തത് കൊണ്ട് വരാത്തത് കൊണ്ട് നമുക്കതറിയാൻ കഴിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ജന്മത്തിൽ നമ്മൾ ദുഃഖങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് ഈ ശരീരത്തിലൂടെ. അത് ആദിയായിട്ടും ആവാം, വ്യാധിയായിട്ടും ആവാം. ആദിയായിട്ട് എന്ന് പറഞ്ഞാൽ മനക്കഷ്ടങ്ങൾ എല്ലാം ഉണ്ട്. നല്ല പഠിപ്പുണ്ട്, നല്ല ജോലി, നല്ല ശമ്പളം, അതേമാതിരി ധനാദി സമ്പത്തുകൾ, പേര്, യശസ്. പക്ഷേ മനസ്സിന് സുഖമില്ല. എന്തെങ്കിലും തരത്തിലുള്ള വിഷമതകൾ മനസ്സിനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കണു അല്ലേ? അപ്പം അതിനെയാണ് ആദികൾ എന്ന് പറയുക. ഒക്കെ ഉണ്ടെങ്കിലും ആ സുഖം അനുഭവിക്കാൻ കഴിയണില്ല. സമ്പൽ സമൃദ്ധികളുണ്ട്, പക്ഷേ മനസ്സിന് സുഖമില്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? വല്ല കാര്യമുണ്ടോ? ഇല്ല. അതേമാതിരി തന്നെ വ്യാധികൾ എല്ലാം ഉണ്ട്, പക്ഷെ വ്യാധിയാണ്. എന്താ കാര്യം? ഇഷ്ടം പോലെ ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കാനുള്ള സമ്പത്തൊക്കെയുണ്ട്, പക്ഷേ കഴിക്കാൻ പാടില്ല. കാലത്ത് ഒരു ഗ്ലാസ് ഓട്സ്, ഉച്ചയ്ക്ക് 1 ഗ്ലാസ് ഗോതമ്പ് കഞ്ഞി, രാത്രിയിലും ഇതേമാതിരി എന്തെങ്കിലും വറുത്തത്, എണ്ണയിലുണ്ടാക്കിയത്, എണ്ണ, നെയ്യ് മുതലായിട്ടുള്ള ഉപയോഗിച്ചത്, പാല് മുതലായിട്ടുള്ള വർഗ്ഗങ്ങൾ ഉപയോഗിച്ചത്, മധുരം കാര്യങ്ങൾ, സ്വീറ്റ്, എന്തൊക്കെയാണോ നമുക്ക് നാവിന് രസവും സുഖവുമായിട്ടുള്ളത് അതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അതില്ലാത്തതൊക്കെ ഉപയോഗിക്കുകയും വേണം. കയ്പ്, തുവർപ്പ് മുതലായിട്ട് വേണ്ട എന്ന് തോന്നുന്നതായിട്ടുള്ള കാര്യങ്ങൾ. BP വളരെ അധികമാണ്. ഉപ്പ് തീരെ ഉപയോഗിക്കാതിരുന്നാൽ നല്ലത്. കഞ്ഞിയിൽ പോടും ഉപ്പ് ഇടാതെ കണ്ടുള്ള കഞ്ഞി കുടിക്കുക. നോക്കൂ, എന്താ സ്വാദുണ്ടാവുക? എല്ലാം ഉണ്ട്. പക്ഷേ വ്യാധികളെ, രോഗം, അത് കാരണം വണ്ടികളുണ്ട്. മെഴ്സിഡീസ്, BMW കാറൊക്കെ ബംഗ്ലാവിൻ്റെ മുന്നിൽ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ കിടന്ന കിടക്കയിൽ നിന്നും എണീറ്റ് അതിൽ പോയി ഇരുന്ന് സുഖമായിട്ട് എവിടെയെങ്കിലും പോവാനോ വിഹരിക്കാനോ ശരീരത്തിന് കഴിയില്ല. 2 പേര് 2 ഭാഗത്ത് പിടിച്ചാൽ അത്യാവശ്യം ബാത്റൂം വരെ പോവാം. ഇല്ലെങ്കിൽ അതിന് പോലും പറ്റാത്ത ശരീരം. മനസ്സ് പോകുന്ന ഒരു സ്ഥലത്തേക്കും പോകാൻ കഴിയാതെ കണ്ട് കിടക്കണു. രോഗം കാരണം ഈ ശരീരം. എന്താ നമ്മൾ ചെയ്യാൻ കഴിയുക? ആലോചിച്ച് നോക്കൂ. എല്ലാം ഉണ്ട്, പക്ഷെ ഒന്നും അനുഭവിക്കാൻ കഴിയാത്ത അവസ്ഥ. അപ്പോൾ ആദികളെ കൊണ്ടും വ്യാധികളെ കൊണ്ടും
നമുക്ക് എല്ലാം ഉണ്ടെങ്കിലും ഒരു സുഖമോ സന്തുഷ്ടിയോ ഇല്ലാത്ത ജീവിതം നടത്തുക. പലരും ആലോചിക്കുമൊക്കെ ഉണ്ടല്ലോ, എന്താ എനിക്കിതിന് പറ്റാത്തത് എന്ന് പറഞ്ഞാൽ ഇത് ആ കർമ്മഫലങ്ങൾ തന്നെയാണ്, പൂർവ്വജന്മത്തിൽ ചെയ്ത പാപഫലങ്ങൾ. ഒന്നുകിൽ അത് പൂർണ്ണമാവുന്നതിന് മുമ്പ് ആ ശരീരം അവസാനിച്ചിരിക്കും, അതിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ടാവും, അപ്പോൾ വീണ്ടും തുടരെ അനുഭവിക്കണം. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വേദനയും ദുഃഖങ്ങളിൽ നിന്നും പെട്ടെന്ന് കയറാനായിക്കൊണ്ട് ആത്മഹത്യ മുതലായിട്ടുള്ള ഉപാധികളെ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ബാക്കിയുള്ള കർമ്മഫലങ്ങൾ അനുഭവിക്കാനായി വീണ്ടും ഇതാ ശരീരം എടുത്തുകൊണ്ട് ഇത് അവിടെ വന്നിരിക്കണു, കർമ്മഫലങ്ങളെ അനുഭവിക്കണം. അപ്പം ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദേവി ഭാഗവതത്തിലൂടെ, ദേവി ഭാഗവതം മാത്രമല്ല പുരാണങ്ങളിലൂടെ നമ്മളെ ഇതാണ് മനസ്സിലാക്കി തരുന്നത്. കർമ്മഫലങ്ങൾ എവിടെയും ഒടുങ്ങില്ല. പണ്ട് രാമകൃഷ്ണ പരമഹംസരോട് അദ്ദേഹത്തിന് ക്യാൻസർ എന്ന മഹാരോഗം ഉണ്ടായിരുന്നു അത്രേ. അദ്ദേഹത്തിന് ഒരുപാട് ശിഷ്യന്മാരുണ്ടായിരുന്നു. വിവേകാനന്ദൻ അടക്കമുള്ളവരൊക്കെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിരുന്നു. അദ്ദേഹത്തിനോട് പറഞ്ഞു അത്രേ, ഫോറിനിൽ അന്നൊക്കെ ക്യാൻസറിനൊന്നും ഇന്ത്യയിൽ ചികിത്സയൊന്നും തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഫോറിനിലൊക്കെ പോയാൽ ചില സ്ഥലങ്ങളിലൊക്കെ, അമേരിക്ക മാതിരിയുള്ള സ്ഥലങ്ങളിലൊക്കെ ചില ശസ്ത്രക്രിയകളും റേഡിയേഷനൊക്കെ ചെയ്ത് അതിനെ ഇല്ലാതാക്കുക, ശമിപ്പിക്കുക മുതലായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങ് ശരിയെന്ന് പറയുകയാണെങ്കിൽ കൊണ്ടുപോവാം, ചികിത്സിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ സമയത്ത് പരമഹംസർ പറഞ്ഞു അത്രേ, അതൊന്നും ആവശ്യമില്ല, ഇതൊക്കെ കർമ്മഫലങ്ങളാണ്. ഇതിപ്പോൾ എന്തെങ്കിലും ചെയ്ത് കുറച്ചു അല്ലെങ്കിൽ വേണ്ട എന്ന് വെച്ചു എന്ന് പറഞ്ഞാൽ വീണ്ടും ഈ ഫലങ്ങൾ അനുഭവിക്കണം. ബാക്കിയുള്ളത് അതിന് വീണ്ടും വരേണ്ടതായിട്ട് വരും. അതുകൊണ്ട് അത് കർമ്മഫലം കൊണ്ട് ഉണ്ടായതാണ് മുജ്ജന്മത്തിൽ. അതിനെ അനുഭവിച്ച് ഈ ജന്മത്തിൽ അങ്ങോട്ട് കഴിച്ചാൽ പിന്നെ വീണ്ടും ഈ ദുഃഖങ്ങൾ അനുഭവിക്കാൻ അടുത്തൊരു ജന്മം എടുക്കേണ്ടി വരില്ലല്ലോ ഈ കർമ്മഫലങ്ങളെ അനുഭവിക്കാൻ. അപ്പോൾ കർമ്മഫലങ്ങളെയൊക്കെ അനുഭവിച്ച് അങ്ങോട്ട് തീർത്തു പോയാൽ പിന്നീട് ഈ ദുഃഖങ്ങൾ ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞു അത്ര. മഹാത്മാക്കളുടെ ചിന്ത, കാരണം അവർ ഈ തത്വശാസ്ത്രങ്ങൾ അറിഞ്ഞവരായിരുന്നു. അപ്പോൾ എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കരുത്. ഒരു രോഗം വന്നാൽ നമ്മൾ ചികിത്സിക്കേണ്ട, ഡോക്ടറെ കാണണ്ട, മരുന്ന് കഴിക്കേണ്ട, ഒരു ഓപ്പറേഷൻ വേണമെങ്കിൽ ചെയ്യണ്ട എന്നൊന്നും വിചാരിക്കരുത്. കാരണം ജനങ്ങൾ ഇതിനെ അങ്ങനെയൊക്കെയാണ് വ്യാഖ്യാനിക്കുക അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കുക. അപ്പം ഇതിങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അപ്പം അതിൻ്റെ അർത്ഥം എന്താ, ഒരു രോഗം വന്നാൽ മരുന്ന് കഴിക്കേണ്ട അല്ലേ, ആ രോഗം ഇങ്ങനെ അനുഭവിച്ച് വേദന അനുഭവിച്ച് അങ്ങനെ ഇരിക്കുക അല്ലേ, അതാണോ ഇപ്പോൾ ആചാര്യം പറയണത്? നോക്കൂ, ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടാവരുത്. പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. രോഗങ്ങൾ വന്നു, അതിൻ്റെ വേദനകൾ വന്നു, ആ വേദനകളെ ശമിപ്പിക്കാനായിക്കൊണ്ട് മരുന്നുകൾ കഴിക്കുകയോ ചികിത്സ നടത്തുകയോ ചെയ്യുന്നതിലൊന്നും യാതൊരു വിരോധവുമില്ല. അതൊക്കെ ശരീരധർമ്മമാണ്, അത് ചെയ്യാം. പക്ഷേ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് അതിൽ നിന്നും നമുക്ക് ആ വേദനകൾ മാറിയില്ല, ആ ദുഃഖങ്ങൾ മാറിയില്ല, ആ സങ്കടങ്ങൾ മാറുന്നില്ല. എത്ര ഡോക്ടറെ കണ്ടാലും, എത്ര മരുന്ന് കഴിച്ചാലും, ഓപ്പറേഷൻ ചെയ്താലും പിന്നെയും ആ അസ്കിതകൾ മാറുന്നില്ല എന്നൊക്കെ വരുന്ന സമയത്ത് ഒരു കാര്യം നമ്മൾ മനസ്സിനെ ഇട്ട് ദുഃഖിപ്പിക്കാതെ കണ്ട്, വിഷമിപ്പിക്കാതെ കണ്ടൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, നോക്കൂ, എന്തൊക്കെ ഞാൻ ചെയ്താലും ഇതൊക്കെ പൂർവ്വജന്മ കർമ്മഫലങ്ങളാണ്. മരുന്നുകളെ കൊണ്ടൊക്കെ തൽക്കാലം ഒരു ശാന്തി, ചെറിയൊരു സുഖം ഇതൊക്കെയാണ് ലഭിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതത്രയൊക്കെ ഉണ്ടാവുള്ളൂ. ആ ഫലങ്ങളൊക്കെ ഒന്ന് അനുഭവിക്കണം. അതിനാണ് ഈ ആദിയും വ്യാധിയും ഒക്കെ വരുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ ആ ദുഃഖത്തിൽ കിടന്ന് മുഴുങ്ങാതെ, ഇങ്ങനെയായില്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞ് അതിൽ കിടന്ന് മുഴുകാതെ
ഇതൊക്കെ കർമ്മഫലങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മനസ്സിനെ സാന്ത്വനപ്പെടുത്തണം. അതിനുവേണ്ടിയാണ് ഇത്തരം ഉപദേശങ്ങൾ ഗ്രന്ഥങ്ങളിൽ തന്നിട്ടുള്ളത്, ആചാര്യന്മാർ പറയുന്നത്. അല്ലാതെ ഇപ്പോൾ ഇതിൻ്റെ അർത്ഥം ഒരു രോഗം മാറാൻ ചികിത്സിക്കരുത് എന്നുള്ള വ്യാഖ്യാനങ്ങളൊക്കെ തെറ്റായിട്ടെടുത്ത് ആ നിലയ്ക്ക് ചിന്തിച്ച് ആ നിലയ്ക്ക് പോവരുത് എന്ന് പറയുകയാണ്. എന്തായാലും കഥ നമുക്ക് തുടർന്നു കൊണ്ടുപോകാം ത്രിശങ്കുവിൻ്റെ നാളെ. ഇന്ന് സമയം കഴിഞ്ഞിരിക്കുക കാരണം ഇവിടെ നിർത്തുന്നു. മഹാദേവ്യൈ നമഃ.